ഡൽഹി ക്യാപിറ്റൽസ് പത്തും നിസ്സംഗയെ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്താക്കുക, പകരം പൃഥ്വി ഷാ വരണം. പൃഥ്വി ഷായും ഉണ്ട്, ഇഷാൻ പോറലും ഉണ്ട് അവർക്ക് ഓപ്ഷനായിട്ട്. പൃഥ്വി ഷാ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പൃഥ്വി ഷായിൽ ഒരു ഫയറുണ്ട്, കാരണം പൃഥ്വി ഷാക്ക് ഈ തിരിച്ചൊരു അത്രയും ആവശ്യമാണ്. അൺസോൾഡായിട്ട് പിന്നെ ടീമിലേക്ക് വന്നതാണ്. സർഫ്രാസ് ഖാൻ കിട്ടിയ അവസരം മുതലാക്കിയതുപോലെ പൃഥ്വി ഷായും കിട്ടിയ അവസരം മുതലാക്കും. കാരണം അവർക്കറിയാം ഇനിയൊരു ചാൻസ് അത് അത്ര എളുപ്പമല്ല. അപ്പോൾ ആ വീറും വാശിയും ആ ആത്മാർത്ഥതയും ആ സീരിയസ്നെസ്സും പൃഥ്വി ഷായിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. ഇഷാൻ പോറലിനെ കൊണ്ടുവന്നാലും നല്ല ഡിസിഷൻ ആയിരിക്കും. കാരണം റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റും. പോറൽ അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റും ചെയ്യും. പിന്നെ നിസ്സംഗ പുറത്തായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഫോറിൻ സ്ലോട്ട് കിട്ടും. ഒന്നെങ്കിൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാം, ചമീരയെ കൊണ്ടുവന്നിട്ട്, സ്റ്റാർക്കിൻ്റെ കൂടെ ചമീരയെ കൊണ്ടുവന്നിട്ട്. അല്ലെങ്കിൽ ബൗളിംഗ് ഓൾറൗണ്ടറായ റെഹാൻ അഹമ്മദിനെ കൊണ്ടുവരാം. പക്ഷേ ഓൾറെഡി അക്ഷർ പട്ടേലും കുൽദീപും ഉണ്ട് നിങ്ങൾക്ക് സ്പിൻ അറിയാൻ. പക്ഷേ റെഹാൻ അഹമ്മദ് ബൗളിംഗ് ഓൾറൗണ്ടർ ആണെങ്കിലും നല്ല ഹിറ്റിംഗ് കാപ്പബിലിറ്റി ഉള്ള ഒരു ബാറ്ററാണ്. അത് പ്ലസ് പോയിൻ്റ് ആവും. അത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ. പക്ഷേ ഓപ്പണിംഗ് സ്ലോട്ടിൽ നിങ്ങൾ മാറ്റം വരുത്തണം. അതാണ് പറയാനുള്ളത്. നിസ്സംഗ പോയിട്ട് പൃഥ്വി ഷാ ഓർ ഇഷാൻ പോറൽ വരണം. ബോളിങ്ങിൽ ചമീര ആരെങ്കിലും വരട്ടെ. കാരണം ഡൽഹിക്ക് ഇന്നത്തെ മത്സരം അതിനിർണായകമാണ്. എതിരാളിയാണെങ്കിലോ ഡൽഹിയോട് ശത്രുതയുള്ള, ഡൽഹിയോട് റിവെഞ്ച് എടുക്കാൻ വരുന്ന RCB ആണ്. അപ്പോൾ ചെറുതാക്കി കാണരുത്, മാച്ചിൻ്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുത്തരുത്.